1, action. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വലിയ റീൽ എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ് സർക്കിട്ടിന്റെ ഡയറക്ഷനിൽ ഒരു വലിയ റീൽ എടുക്കാൻ വേണ്ടി പോയപ്പം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിനകത്ത് നിന്നാണ് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിനകത്ത് നിന്നാണ് നമുക്ക് റീൽ എടുക്കേണ്ടത്. പക്ഷെ അതിന് സാങ്ഷൻ ഇല്ല. സാങ്ഷൻ വേണമെങ്കിൽ നമ്മൾ അതിന് അപേക്ഷ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അപേക്ഷ കൊണ്ട് എഴുതാൻ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രസ്സിൽ കയറി ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സാറിന്റെ പേരെന്താ? പ്രേംകുമാർ സാറാണ് നമുക്ക് ഈ അപേക്ഷ എഴുതി തന്നത്. ഈ അപേക്ഷ വെച്ചിട്ട് വേണം നമുക്ക് ഇത് അവിടെ കൊടുത്ത് സാങ്ഷൻ കിട്ടിയിട്ട് അകത്ത് നിന്ന് വീഡിയോ എടുക്കാം. ആ വീഡിയോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറെ ബ്ലോഗിലൂടെ കാണിക്കാം. ഇപ്പൊ തന്നെ അപേക്ഷ കൊടുക്കാൻ പോവാണ്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാനുള്ള പരീക്ഷണം കഴിഞ്ഞൊട്ടിരിക്കുകയാണ്. കാരണം പെർമിഷൻ കിട്ടണമെങ്കിൽ 2-3 ദിവസമൊക്കെ എടുക്കും. മാത്രമല്ല ഓക്കെ ബൈ, വേറെ എവിടെയെങ്കിലും പോകും. അപ്പം നമ്മൾ കയ്യിൽ ഒരു ഫേക്ക് ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫേക്ക് ബാൻഡേജ് നെറ്റിയിൽ ഒട്ടിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഞാൻ ആ റീല് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് സംഭവം ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. ഓക്കെ, KSRTC സ്റ്റാൻഡിൽ ഷൂട്ട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററേയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ അടുത്തും ഞങ്ങൾ പെർമിഷൻ ചോദിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ ചാനലൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവരുടെ പെർമിഷനോടുകൂടി അവിടെ ട്രെയിൻ വരാതെ ട്രെയിനിൽ നിന്ന് മാറി അതിൻ്റെ അടുത്തോട്ട് പോകാതെ നമ്മൾ കുറച്ച് നേരം ഷൂട്ട് ചെയ്തിട്ട് അന്നേരം പോയി. ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഷൂട്ട് തീർത്തിട്ട് പോയി അവിടെ നിന്ന്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. അവിടെ ഷൂട്ട് തീർത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വീട്ടിലേക്ക്, അതായത് എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ബാക്കി ഷൂട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ വെച്ചാണ് ഷൂട്ട്. പക്ഷേ ഈ ഷൂട്ടിന് അവിടെ റൂമിൽ വെച്ചുള്ള ഷൂട്ടിന് കുറേ റീടേക്സും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം പിടിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ഇത് തീർക്കാൻ പറ്റിയില്ല റൂമിൽ നിന്നുള്ള. കാരണം ഞങ്ങൾക്ക് ഇനി ഔട്ട്ഡോർ ഒരു ഷൂട്ടും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയെ ഒരു 6:30-7 മണിക്ക് മുമ്പ് വീട്ടിലെത്തിക്കാന്നുള്ള വാക്കിലാണ് വിളിച്ചുകൊണ്ട് വന്നത്. എന്നും പറഞ്ഞ് നമ്മൾ ഷൂട്ടിന് കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല. ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് ഷോട്ട് ആയാലും ആക്ടിങ് ആയാലും എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, എൻ്റെ ക്യാമറ ഉണ്ട്, കൊട്ടത്തി അബേച്ചിക്കും ഉണ്ട്, വിഷ്ണു സോമണ്ണൻ കൂടുതലും വില്ലൻ സാധനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രൂരമായിട്ടുള്ള റോളുകളാണ് പുള്ളിക്ക് കൂടുതൽ തേടി എത്തുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ടോ? പക്ഷേ പുള്ളി ആക്ഷൻ വിട്ട് കഴിഞ്ഞാൽ കോമഡിയാണ്. കണ്ട എൻ്റെ ഷോർട്സും റീൽസും കാണുന്നവർക്ക് ഈ പെൺകുട്ടിയെ മനസ്സിലായി കാണും. നേരത്തെ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഷോർട്സിലും ഇട്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലും ഇട്ടിരുന്നു. അതിൽ ഞങ്ങളെ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണിത്. അവൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളെ വിളിച്ചത് വർക്കിന്. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ലാസ്റ്റ് ഷോട്ട്. ഈ ഷോട്ടും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ്. ഇപ്പം തന്നെ സമയം ഒരു 4 മണി കഴിഞ്ഞ്. പുറത്ത് പോകുമ്പോൾ നമുക്ക് അഭിത്തണ്ണനും നമ്മുടെ സ്വന്തം അഭിത്തണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്. നമുക്ക് അങ്ങനെ എടുത്താലോടാ, ഇവിടെ ഇങ്ങനെ ബാൻ ചെയ്യുമ്പോഴേ ഇതാണ് സുഹൃത്തുക്കളെ ടീം വർക്ക് എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെല്ലാവരും കൂടെ ഒരാളുടെ റീലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. എൻ്റെ റീലിന് ഇപ്പം തിരിച്ചാണെങ്കിലും അവരുടെ റീലിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ തിരിച്ചിതുപോലെ നിൽക്കും. അപ്പം എൻ്റെ ഒരു റീലിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ കഷ്ടപ്പെടുന്നതും വരുന്നതൊക്കെ. അപ്പം ഈ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാ റീൽസിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ എനിക്ക് ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് പ്രധാന കാരണം ഇവരൊക്കെ തന്നെയാണ്. ഇവരില്ലെങ്കിൽ ഞാനില്ല. എന്ത് സീൻ എടുക്കാനാടാ? ഇതങ്ങ് പോക്കറ്റ് വെച്ചോ. എന്താണ് പറയാനുള്ളത്? വീണോ പിന്നെ അവിടെ ഒറ്റ ഷൗട്ട് കിട്ടും. പറ്റി ഇങ്ങനെ എടുത്താൽ മതി. അത് കണ്ടോണ്ടാ ഇവിടെ അലർന്നു. പിടിച്ചേ
ഒന്ന് രണ്ടാമത്തെ അടിക്കുമ്പോൾ താഴെ പോയിക്കോ. എന്നിട്ട് പിന്നെ തറയിട്ട് 2 ചവിട്ടും കൂടെ കൊടുത്താൽ ചേട്ടാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് തീരാൻ പോവാണ്. ഇതൊരു വലിയ വീഡിയോ ആണ്. റീലും ഷോർട്സുമായിട്ട് ഇടുന്നുണ്ട് ഞങ്ങൾ. നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. ഈ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ആ ഷോർട്സ് കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.